എൻ്റെ നല്ല അമ്മ. ജീവിതത്തിൽ ഏറ്റവും അധികം ഒരുപക്ഷേ സന്തോഷിക്കുന്നത് ഈ അമ്മയെക്കുറിച്ച് പറയുന്നതിലാണ്. കാരണം ഇന്നോളമുള്ള ജീവിതത്തിൽ ഒരുപക്ഷേ ഈ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ അമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വാതോരാതെ ഒരുപക്ഷേ പറയാനുണ്ട്. ലുത്തിനിയ പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയ പ്രാർത്ഥനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ. അത് പരിശുദ്ധ അമ്മ എലീശോമ്മയുമായി കണ്ടുമുട്ടുന്ന ആ അനുഭവത്തിൽ നിന്ന് ഒരു പക്ഷേ ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനയാകാം. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സന്തോഷം ഏത് ദുഃഖ സാഹചര്യത്തിലും, എത്ര പ്രയാസകരമായ അനുഭവത്തിലും, ഏത് പ്രതിസന്ധിയിലും ഈ അമ്മയുടെ അരികിലിരിക്കുമ്പോഴുള്ള ആ സന്തോഷം തീർച്ചയായിട്ടും എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഈ അമ്മയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പം ഞാൻ സാധാരണ എൻ്റെ 3 അമ്മമാരെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങാറ്. ഒന്ന്, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ. 2, എനിക്ക് വീണ്ടും ജന്മം നൽകിയ സഭയാകുന്ന അമ്മ. 3, പരിശുദ്ധ അമ്മ. മാതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് അവഗണിക്കാൻ കഴിയുക? എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെ എനിക്കെങ്ങനെയാണ് മറക്കാൻ കഴിയുക? എൻ്റെ ജീവിതം ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഫലമാണ്. അമ്മ മരിച്ച് വർഷങ്ങളായെങ്കിലും ഒരു ദിവസം പോലും എൻ്റെ അമ്മയെ അനുസ്മരിക്കാത്തതായിട്ട് ജീവിതത്തിലില്ല. അതുപോലെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ ഞാൻ പറയും, കത്തോലിക്ക സഭ എൻ്റെ അമ്മയാണ്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഈ അമ്മയുടെ പരിലാളനയിലാണ്. എൻ്റെ ജീവിതം ഈ അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ളതാണ്. ഒരമ്മയുടെ മാധുര്യമുള്ള സ്നേഹമാണ് സഭയാകുന്ന അമ്മ തരുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കാൽവരിയിലെ കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞ വാക്ക് തീർച്ചയായും വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു അത് എന്നോടാണ്. ഇത് എൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് മറ്റ് ഒരു വിശേഷണവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. കുഞ്ഞുനാളിലെ അനുഭവങ്ങളിലേക്കൊക്കെ പിന്തിരിയുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു കാലത്തെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മെയ് മാസത്തിലെ വണക്കമാസ കാലമാണ് ഓർമ്മയിൽ വരിക. അന്ന് വീടിനകം നിറയെ മുല്ലപ്പൂവിൻ്റെ മണമാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്ന ആ അന്തരീക്ഷമാണ് വാസ്തവത്തിൽ കുഞ്ഞുനാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ പച്ചച്ചു നിൽക്കുന്ന ഒരു ചിത്രം. അന്നു മുതൽ ഈ അമ്മയെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈശോയെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഈ അമ്മയെക്കുറിച്ചാണ് അറിഞ്ഞിരുന്നതെന്ന്. അത്രയേറെ പഴയ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജപമാല ഭക്തിയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ അത് തീർച്ചയായും എൻ്റെ ഭവനത്തിലും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസരത്തിലും ഈ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വലിയ സന്തോഷം അത് ഓർമ്മ വച്ച നാൾ മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. കുഞ്ഞുനാളിൽ ഒന്നിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലിയുള്ള ആ പ്രാർത്ഥന എത്ര മനോഹരമായ അനുഭവമാണ്. ഞാൻ എങ്ങനെയാണ് പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എൻ്റെ പൗരോഹിത്യ ദൈവവിളിയുടെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും എനിക്ക് ആ കുടുംബ പ്രാർത്ഥനയിലേക്ക്, ജപമാലയിലേക്ക് പോകേണ്ടി വരും. എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി അർപ്പിക്കാനുള്ള ഒരു പൗരോഹിത്യ ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത് എന്ന് വാസ്തവത്തിൽ
എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ ആ വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കാനും കർത്താവ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നു എന്ന് തിരിച്ചറിയാനും എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഈ അമ്മയോട് കൂടെയുള്ള ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് എന്ന് പറയാൻ ഇന്ന് ഉറപ്പായിട്ടും എനിക്ക് കഴിയും. പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളി സ്വീകരിച്ച് പരിശീലനത്തിനായിട്ട് ഞാൻ ആദ്യമായി തൃശ്ശൂർ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിലാണ് എത്തിച്ചേരുന്നത്. വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ആ വലിയ ബന്ധം ശരിക്കും വർദ്ധിപ്പിക്കാൻ, ആഴപ്പെടുത്താൻ സെമിനറി പരിശീലന കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റ് മേരീസ് മൈനർ സെമിനാരി പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള മാധ്യസ്ഥതയിലുള്ള ഭവനം. അവിടെ ഞങ്ങളുടെ ചാപ്പലിൽ മനോഹരമായി പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. മനോഹരമായൊരു ഗ്രോട്ടോ സെമിനാരിയിലുണ്ട്. വാസ്തവത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയവും എന്നോണം ഈ അമ്മയുടെ സാന്നിധ്യത്തിലാണ് സെമിനാരി പരിശീലന കാലഘട്ടത്തിലായിരുന്നത്. സെമിനാരി പരിശീലനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെയേറെ പരീക്ഷണങ്ങളും സഹനങ്ങളും ഒക്കെ നേരിടുന്നൊരു കാലഘട്ടമാണ്. അവിടെയെല്ലാം ഈ അമ്മയുടെ അരികിൽ ചെന്ന് യഥാർത്ഥത്തിൽ വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ അമ്മയുടെ അരികിൽ ചെന്നിരുന്ന് അതെല്ലാം പങ്കുവെച്ച് വലിയ ആശ്വാസം കണ്ടെത്തിയിരുന്നു. യഥാർത്ഥത്തിൽ സെമിനാരി പരിശീലന കാലഘട്ടം ഈ അമ്മയെ ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് അമ്മയുമായുള്ള ബന്ധത്തിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എത്രയോ വലിയ സൗഭാഗ്യമാണ് ഈ അമ്മയുടെ മകനായി കഴിയാൻ സാധിക്കുന്നത്. എത്ര വലിയ സ്നേഹമാണ് ഈ അമ്മ തന്നിരുന്നത്. വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ അരികിൽ ചെന്നിരുന്ന് ധാരാളം കരഞ്ഞിട്ടുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോഴൊക്കെ പലവിധ കാരണങ്ങളിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ അരികിൽ ചെന്നിരുന്ന് വളരെയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ കൂട്ടുകാർ, പ്രത്യേകിച്ചും എനിക്ക് എൻ്റെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ എന്നെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് ഫാദർ വർഗീസ് കരിപ്പേരി. വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛൻ എന്നെ വാസ്തവത്തിൽ ഈ അമ്മയുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളൊന്നിച്ച് ആ അമ്മയുടെ അരികിൽ ഇരുന്നിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിൽ അമ്മയുടെ അരികിൽ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ പോകും മുമ്പ് എല്ലാവരും അമ്മയുടെ ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ്. ആ അമ്മയോടുള്ള ഒരു വലിയ ഹൃദയബന്ധം, അത് ഇപ്പോഴും എവിടെ ചെന്നാലും ഈ അമ്മയുടെ തിരുസ്വരൂപം, അമ്മയുടെ ഗ്രോട്ടോ ഇതൊക്കെ കാണുമ്പോൾ വെറുതെ കണ്ണുമടച്ച് കടന്നു പോകാൻ സാധിക്കാറില്ല. വിശുദ്ധ ബെർണാർദിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ബെർണാർദ് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കാണുമ്പോഴൊക്കെ ആവേ മരിയ എന്ന് പറയാറുണ്ട്. എവിടെ അമ്മയുടെ ചിത്രമോ തിരുസ്വരൂപമോ കണ്ടാൽ ആവേ മരിയ എന്ന് ബെർണാർദ് പറയാറുണ്ട്. എന്നാൽ ഒരിക്കൽ വളരെ തിരക്ക് പിടിച്ച് അദ്ദേഹം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുന്നിലൂടെ കടന്നുപോയി അത്രേ. അപ്പോൾ ആവേ മരിയ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ തിരക്കിൽ അദ്ദേഹം വിട്ടുപോയി. പക്ഷേ ആ സമയത്ത് ആ തിരുസ്വരൂപത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ ബെർണാർദിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ആവേ ബെർണാർദ്. ശരിക്കും ഇതൊക്കെ വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇതൊക്കെ അവർക്ക് മാത്രമുള്ള അനുഭവങ്ങളാണ് എന്ന് ഒരു പക്ഷേ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ്. വാസ്തവത്തിൽ എവിടെ ചെന്നാലും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുന്നിലൂടെ വെറുതെ കടന്നു പോകാൻ സാധിക്കാറില്ല. എന്തോ ഒരു ഹൃദയബന്ധം. തൃശ്ശൂരിലെ പരിശീലനത്തിന് ശേഷം വടവാതൂർ സെമിനാരിയിൽ കോട്ടയത്ത് പരിശീലനത്തിന് ചെല്ലുമ്പോൾ
അവിടെയും മനോഹരമായി പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആധ്യാത്മിക ഗുരു, വിശുദ്ധനായ ഒരു വൈദികൻ മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി അച്ഛൻ ഞങ്ങളെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അരികിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അവിടെ ചെന്ന് നൊവേന ചൊല്ലുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് ആ വിശുദ്ധനായ വൈദികനോടുകൂടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു മാതൃക ആ അമ്മയുടെ നേരെ നോക്കി നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് മങ്കുഴിക്കരി അച്ഛൻ ഗ്രോട്ടോയുടെ മുന്നിൽ നിൽക്കുക. അച്ഛനോട് ചേർന്ന് നിന്ന് അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനും ഓരോ ദിവസവും സെമിനാരി ജീവിതത്തിൻ്റെ 7 വർഷക്കാലം വടബഹാദൂർ സെമിനാരിയിൽ കഴിയുമ്പോൾ ഓരോ ദിവസവും ആ അമ്മയുടെ അരികിൽ ചെല്ലാറുണ്ട്. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനും അമ്മയുടെ ആ വലിയ വാത്സല്യം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഏറെ കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഏറ്റവും ശക്തമായ അനുഭവം എൻ്റെ പൗരോഹിത്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട അനുഭവമാണ്. 1989 ഡിസംബർ 26-ാം തീയതിയാണ് എൻ്റെ പൗരോഹിത്യം നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടി ക്ഷണക്കത്തുകളടിച്ച് എല്ലാവരെയും ക്ഷണിക്കാൻ തുടങ്ങി. പള്ളിയിലും വീട്ടിലുമൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എൻ്റെ കൂടെയുള്ള 51 സഹോദരങ്ങൾ, ഞങ്ങൾ എല്ലാവരും തന്നെ 11 വർഷം ഓടിയ ആ ഓട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തിൽ വലിയ സന്തോഷത്തോടെ എല്ലാവരെയും ക്ഷണിക്കുന്നതിനും മറ്റുമായിട്ടിങ്ങനെ ഓടി നടക്കുകയാണ്. ആ സമയത്ത് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരനുഭവം ഉണ്ടായി. എന്നെ അന്ന് ബിഷപ്സ് ഹൗസിലേക്ക് വിളിച്ച് വരുത്തി. വാസ്തവത്തിൽ മനസ്സിന് താങ്ങാനാകാത്ത ഒരു വലിയ വാർത്ത. തൽക്കാലം പട്ടം ഈ വർഷം ഇല്ല എന്നുള്ള വേദനാജനകമായ ഒരു വാർത്ത. അത് എന്നെ അറിയിക്കുന്നത് ഞാൻ ബിഷപ്സ് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ ഇന്നത്തെ എൻ്റെ പിതാവ് മെത്രാപ്പൊലീത്തയായ ആൻഡ്രൂസ് പിതാവാണ്. അന്ന് ചാൻസലറാണ്. എന്നെ വിളിച്ച റൂമിൽ കൊണ്ടുപോയിട്ട് കുണ്ടുകുളം പിതാവ് എന്നെ വിളിപ്പിച്ചിരിക്കുന്നത് ഇത് പറയാനാണ് എന്ന് എന്നോട് ചാൻസലർ അച്ഛൻ പറയുകയാണ്. വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ വളരെയേറെ മാനസികമായിട്ട് എന്തോ ഒരു മരവിപ്പാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അന്ന് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം അത് തീർത്തും വ്യക്തിപരമായൊരു കാരണമല്ല. ആ കാലഘട്ടത്തിലെ, ആ സാഹചര്യത്തിലെ, നാട്ടിലെ ഒക്കെ ചില വിഷയങ്ങളാണ്. അത് എന്തുമാകട്ടെ. പക്ഷേ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ദൈവം എന്നെ യഥാർത്ഥത്തിൽ അഗ്നിയിൽ ശോധന ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു. ഞാനങ്ങനെ പിതാവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഞാനിപ്പോഴും കുണ്ടുകുളം പിതാവിനെ അനുസ്മരിക്കുമ്പോൾ മായാത്തൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ മുകളിലേക്ക് ചെല്ലുമ്പം പിതാവ് എന്നെ മാറോട് ചേർത്ത് എന്നോട് പറഞ്ഞ വാചകം ഇതാണ്: മോനെ ഞാൻ എന്താണ് ചെയ്യുക? വാസ്തവത്തിൽ ഞാനപ്പം പിതാവിനോട് പറഞ്ഞു, പിതാവേ, ചാൻസലർ അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി, സാരമില്ല. അധികമൊന്നും സംസാരിച്ചിട്ടില്ല. വീണ്ടും താഴെ അച്ഛൻ്റെ അരികിലേക്ക് വന്നു. അവിടെ ഇരുന്ന് അച്ഛൻ്റെ മുറിയിലിരുന്ന് ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന ഒരു വേദനാജനകമായ
അനുഭവം. അത് കഴിഞ്ഞ് ഞാൻ സെമിനറിയിലേക്ക് വരികയാണ്. സെമിനറിയിൽ ഇത് ആരോടും പറയാൻ പാടില്ലാത്തൊരു രഹസ്യം എൻ്റെ ആത്മീയ ഗുരുവിനും റക്ടറച്ചനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. പക്ഷേ ആ ദിവസങ്ങളിൽ എല്ലാവരെയും ക്ഷണിക്കാനും പട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉള്ളിൽ ഈ അഗ്നിയുമായിട്ട് മുഖത്ത് ചിരിച്ച് ഞാൻ അവരോടുകൂടെ അങ്ങ് വ്യാപരിക്കുകയായിരുന്നു. ആ സാഹചര്യങ്ങളിൽ, ആ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ കതകുകളടച്ച് ഞാൻ വളരെയേറെ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വരം കേട്ടിട്ട് എൻ്റെ അടുത്ത മുറിയിൽ എൻ്റെ സഹോദരൻ എന്നോട് ചോദിക്കും, എന്താ പറ്റിയത്? അപ്പോൾ ഞാൻ നീർവീഴ്ചയാണെന്ന് പറയും. ബാത്ത് ടവലെടുത്ത് വായിൽ തിരികെ വെച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ സംഭവത്തെ ഞാൻ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതിനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ എന്നെ സംരക്ഷിച്ചത്, ഞാൻ ആ പ്രതികൂല സാഹചര്യത്തെ, ആ അഗ്നി പരീക്ഷണത്തെ അതിജീവിച്ചത് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലായതുകൊണ്ടാണ്. ലോകത്തിൻ്റെ മുൻപിൽ ഈ അമ്മയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ അമ്മ ഇടപെട്ട ഏറ്റവും മഹനീയമായ മുഹൂർത്തം, ഒരുപക്ഷെ ഭാവിയെക്കുറിച്ച് വലിയ ആകുലതയായിരുന്നു. ഇനി എന്ത് എന്ന ഒരു ചിന്ത, മനസ്സ് ശരിക്കും തകർന്നു. വാവിട്ട് കരയുമ്പോഴൊക്കെ ജപമാലയും കയ്യിൽ പിടിച്ച് ഈ അമ്മയുടെ മടിയിൽ കിടന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു 10-11 ദിവസം, ഞാൻ പറയാറുണ്ട്, 11 വർഷത്തെ സെമിനാരി ജീവിതത്തേക്കാൾ 11 ദിവസം കൊണ്ട് ദൈവം എന്നെ രൂപപ്പെടുത്തി. കാരണം ആ 11 ദിവസം ഞാൻ ഉരുകിയത്, ഞാൻ ഏത് രീതിയിലുള്ള ഒരു പുരോഹിതനാകാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ആക്കി തീർക്കാനുള്ള ഒരു ഇടപെടലായിരുന്നുവെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അന്ന് ഈ അമ്മയോട് കൂടെ അല്ലായിരുന്നെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ എന്താകുമായിരുന്നു എന്ന് ഇന്ന് ഞാൻ ഭയത്തോടെ ചിന്തിക്കാറുണ്ട്. എത്രയോ വലിയ ഒരു കരുതൽ, ഒരു സ്നേഹം. എൻ്റെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കിയിരിക്കുക, ഞാൻ സെമിനാരിയിൽ പ്രത്യേകിച്ചും സ്റ്റേജിൽ പെർഫോമൻസിൽ, നാടകത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞുന്ന വ്യക്തിയാണ്. പക്ഷെ അതിനുശേഷം എൻ്റെ കൂട്ടുകാർ എൻ്റെ ജീവിതത്തെ ഒരു പക്ഷേ ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനഗുരു ഒക്കെ ആയിട്ട് മാറുമ്പോൾ എൻ്റെ ആ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ നിന്ന് ഞാൻ വളരെയേറെ മാറിയിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ഇന്ന് ഞാൻ ഏത് രീതിയിലുള്ള ഒരു വൈദികനാണോ അത് ആക്കി തീർത്തത് തീർച്ചയായിട്ടും ആ അനുഭവമാണ്. സ്വർണം അഗ്നിയിൽ എന്നതുപോലെ കർത്താവിന് സ്വീകാര്യരായവരെ അവിടുന്ന് ശുദ്ധി ചെയ്യുമെന്ന് പറയുന്ന ഒരു അനുഭവം. പക്ഷേ ആ അഗ്നി പരീക്ഷണം അതിജീവിക്കുക എളുപ്പമല്ല. തനിയെ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എൻ്റെ അമ്മ, എൻ്റെ നല്ല അമ്മ, തീർച്ചയായും ആ അമ്മയുടെ കരങ്ങളിലായിരുന്നു ഞാൻ. അങ്ങനെ 11 ദിവസം കഴിയുമ്പോൾ എന്നെക്കുറിച്ച് ഒരു പക്ഷേ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അഭിവന്യ പിതാവ് ആ വർഷം തന്നെ പൗരോഹിത്യം സ്വീകരിക്കാൻ എനിക്ക് അനുവാദം തരികയാണ്. 26-ാം തീയതി എന്നുള്ളത് ഒരു ദിവസം വൈകിയെന്നേ ഉള്ളൂ. അങ്ങനെ 1989 ഡിസംബർ 27-ാം തീയതി ഞാൻ വൈദികനായി. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഈ അമ്മയുടെ കരം പിടിച്ചിട്ടാണ്. ഒരു വലിയ ഒരു ചെങ്കടൽ കടക്കുന്ന ഒരു അനുഭവത്തിലൂടെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചെങ്കടൽ കടക്കാൻ
എന്നെ കൈപ്പിടിച്ച് നടത്തിയ അമ്മ വാസ്തവത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന പൗരോഹിത്യ സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മാറ്റിയിരുന്നു. ഇന്ന് ഞാൻ ഒരു വലിയ വ്യക്തിയാണെന്നോ അങ്ങനെ ഒരു അഹങ്കാരത്തിലൊന്നും ഞാൻ പറയുകയില്ല. പക്ഷേ അനേക ആത്മാക്കളെ ഈശോയിലേക്ക് വഴി നടത്താൻ കാൽനൂറ്റാണ്ട് കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അമ്മയ്ക്കുള്ളതാണ്. പൗരോഹിത്യം സ്വീകരിച്ച് ഞാനെൻ്റെ വൈദിക ജീവിതം ആരംഭിക്കുമ്പോൾ എനിക്കേറെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ആദ്യമായി തന്നെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ലഭിച്ചത് തൃശ്ശൂരിലെ പട്ടണത്തിൽ തന്നെയുള്ള വ്യാകുലമാതാവിൻ്റെ ബസലിക്കയാണ്. അവിടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയും ധാരാളം ജനങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ കടന്നു വരികയും ചെയ്യുന്നൊരു സ്ഥലമാണത്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനേകായിരങ്ങൾ ആസ്വദിക്കുന്ന ഒരു പരിശുദ്ധമായ ദേവാലയം. എൻ്റെ പൗരോഹിത്യ ജീവിതം അവിടെ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയെ ഹൃദയത്തിൽ പതിപ്പിച്ചത് അവിടെ വെച്ചാണ്. അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ ധാരാളം മരിയൻ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ആ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഓമൽകുമാരൻ്റെ മുറിവേറ്റ മേനി മടിയിൽ കിടത്തിയ അമ്മതൻ ചിത്രം മനതാരിൽ എന്നും ഓർക്കും എന്ന വരികൾ ആ അമ്മയുടെ മുഖത്ത് നോക്കി കുറിച്ചതാണ്. അന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു, തീർച്ചയായും അനുഭവിച്ചിരുന്നു, ആ അമ്മയുടെ മടിയിൽ ഈശോ കിടക്കുന്നത് പോലെ കിടക്കുക. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, ത്യാഗങ്ങളിൽ എന്നും ആ അമ്മയുടെ മടിയിൽ കിടക്കാൻ തീർച്ചയായിട്ടും അങ്ങനെയൊരു വലിയ ആഗ്രഹം അമ്മയോട് കൂടെ ആ ദേവാലയത്തിലായിരുന്നപ്പോൾ മനസ്സിൽ ഏറെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നെങ്കിലും ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ജീവിതത്തിൻ്റെ ഗതിമാറ്റുന്ന മറ്റൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ജീവിതത്തിലുണ്ടായി. അവിടെ വെച്ച് താമസിക്കുന്ന ആ സ്ഥലത്ത് ആ പരിസ്ഥിതിയിലെ ചില പ്രശ്നങ്ങൾ, ചില വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ കയറിയതിൻ്റെ ഫലമായിട്ട് രോഗിയായിത്തീർന്നു എന്ന് പറയാം. അവിടെ ചികിത്സ ആരംഭിച്ചു. ഒരു വർഷം മുന്നോട്ട് പോയപ്പോഴാണ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ആ അവസരത്തിൽ ശാരീരികമായി ആരോഗ്യവും രൂപവും എല്ലാം മാറിപ്പോയി. അങ്ങനെ ഇവിടെ ധാരാളം ചികിത്സകളൊക്കെ ചെയ്തിട്ട് ഒരു ഉത്തരം കിട്ടാതായപ്പോൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകാനിടയായി. വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യ പരിശോധനകളൊക്കെ വാസ്തവത്തിൽ വളരെയേറെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. സത്യത്തിൽ എന്താണ് ഇതിന് കാരണമെന്ന് അന്ന് മനസ്സിലായില്ലായിരുന്നു. ധാരാളം ചികിത്സകൾ, പരിശോധനകൾ, അവിടെയെല്ലാം മനസ്സ് തകർന്ന് ആ വെല്ലൂർ ഹോസ്പിറ്റലിൽ കഴിയുന്ന ദിവസങ്ങൾ. അവിടെയാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഇടപെടുന്ന മറ്റൊരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാനവിടെ ആദ്യത്തെ ഒരു പരിശോധനയുടെ ഫലമായിട്ട് അല്പം ഗുരുതരമായ അവസ്ഥയാണ് എന്ന് ഡോക്ടർ പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴെല്ലാം ഞാൻ കൂട്ടുപിടിച്ചിരുന്നത്, ഞാൻ ശക്തി കണ്ടെത്തിയിരുന്നത് ജപമാലയിലാണ്. എൻ്റെ കയ്യിൽ ഒരു വലിയ ജപമാല ഉണ്ടായിരുന്നു. അവിടെ തനിച്ചായിരുന്നു. കൂടെ സഹായിക്കാനായിട്ട് വന്നിരുന്നത് 2 സിസ്റ്റേഴ്സാണ്.
രാത്രിയാകുമ്പോൾ അവർ അവരുടെ ഭവനത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ തനിച്ചായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള ആ ജപമാല, ഇന്ന് ജപമാല ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ പറയാം. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ശക്തി പകരുന്ന ഒരു ആയുധമായിട്ട് ജപമാല അനുഭവപ്പെട്ടത് ആ വേദനയുടെ അവസരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടലിൻ്റെയും ശൂന്യതയുടെയും ഭാവിയെക്കുറിച്ചുള്ള ഒരു ആകുലതയുടെയും ഒക്കെ ഒരു അവസരമായിരുന്നു. അന്ന് ഞാൻ ആ ജപമാല ഉയർത്തിപ്പിടിച്ച് കിടക്കുമ്പോൾ ഏതോ ശക്തമായ ഒരു വടം അതിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം ഞാൻ ഈ ജപമാലയും പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു വടത്തിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ആ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു, ഭാരതമേ നിൻ്റെ രക്ഷ. അത് ധാരാളം കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. ഭാരതമേ നിൻ്റെ രക്ഷ നിൻ്റെ സന്താനങ്ങളിലൂടെ. പക്ഷേ അതല്ല ഈ പറയുന്നത് എന്ന് പല ആവർത്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായിട്ടും ഒന്ന് ശ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ശ്രവിച്ചതിങ്ങനെയാണ്: ഭാരതമേ നിൻ്റെ രക്ഷ ജപമാലയിലൂടെ. ഭാരതമേ നിൻ്റെ രക്ഷ ജപമാലയിലൂടെ. അത് ഒരു പുതിയ ഉൾക്കാഴ്ചയും ബോധ്യവും എനിക്ക് തന്നിരുന്നു. തുടർന്നുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് എനിക്കെന്തുമാത്രം ചെയ്യാൻ സാധിക്കും എന്നൊന്നും ആ കട്ടിലിൽ കിടക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെ എന്നെ ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ശാരീരികമായി മാറ്റങ്ങൾ സംഭവിച്ചു. വിട്ടുമാറാത്ത ചില വേദനകളൊക്കെ സമ്മാനമായി കിട്ടിയെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അടിമത്തമൊന്നുമില്ലാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ആ അവസരത്തിൽ ഞാൻ തൃശ്ശൂർ രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടറായിരുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങളെ അന്ന് അഭിമന്യ ജോസഫ് കുണ്ടുകുളം പിതാവുമായിട്ട് പങ്കുവെച്ചു. പിതാവിന് തീർച്ചയായിട്ടും എന്നെ അറിയാം. എൻ്റെ രോഗ അവസ്ഥയിൽ എന്നെ വളരെയേറെ കരുതലോടെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പിതാവിനോട് എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു, അത് പിതാവ് അത് വിശ്വസിക്കുകയോ ഇല്ലയോ ഒന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാനൊരു കുഞ്ഞ് അപ്പനോട് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാനിങ്ങനെ ഒരു സ്വരം കേട്ടു: ഭാരതമേ നിൻ്റെ രക്ഷ ജപമാലയിലൂടെ. അടുത്ത ഒക്ടോബർ മാസത്തിൽ ഞാനൊരു ജപമാല റാലി കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കട്ടെ. ലൂർദ് പള്ളിയിൽ നിന്ന്, കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ബസിലിക്കായിലേക്ക്, ടൗണിലേക്ക്. പിതാവ് വളരെ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. അത് പിതാവ് അപ്പോൾ തന്നെ പറഞ്ഞു, ഞാനും അതിലുണ്ടാകും. അങ്ങനെ ഒക്ടോബർ മാസം ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം തൃശ്ശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസിലിക്കായിലേക്ക് ഒരു ജപമാല റാലി കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ധാരാളം മനുഷ്യർ അതിൽ പങ്കെടുത്തു. ആ റാലിയുടെ മുൻപിൽ ഒരു വലിയ ബാനർ പിടിച്ചിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഭാരതമേ നിൻ്റെ രക്ഷ ജപമാലയിലൂടെ. ഞാനിന്നും അതിൻ്റെ ചിത്രം സൂക്ഷിക്കുന്നുണ്ട്. അതിന് തൊട്ടുപിറകിൽ അഭിമന്യ പിതാവും വൈദികരുമൊക്കെ നിരന്ന ഒരു ജപമാല റാലിയായിരുന്നു അത്. ഞാനിന്നും വിശ്വസിക്കുന്നു, ഭാരതം ഇന്ന് ഒരു പക്ഷേ സങ്കീർണതയിലൂടെ കടന്നു പോവുകയായിരിക്കാം. ഭാരതത്തിൻ്റെ സുവിശേഷവത്കരണം
വളരെയേറെ പ്രതിസന്ധികളെ ഒരു പക്ഷേ നേരിടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഭാരതം രക്ഷ പ്രാപിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, അമ്മ നൽകിയ ജപമാല എന്ന ആയുധം ഇന്ന് ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും എനിക്ക് പറയാനുള്ളത് അതെൻ്റെ വിശ്വാസവും ബോധ്യവുമാണ്. ഭാരതമേ, നിൻ്റെ രക്ഷ ജപമാലയിലൂടെ ഒരു റഷ്യയെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയെങ്കിൽ തീർച്ചയായും ഭാരതം മാനസാന്തരപ്പെടും. നമ്മളൊരു പക്ഷേ ഭയക്കുന്ന ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ അതിജീവിക്കാൻ പിശാചിൻ്റെ തല തകർത്ത് ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു വലിയ ബോധ്യം അന്നു മുതൽ ജപമാല ഭക്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹം മനസ്സിൽ ജ്വലിപ്പിക്കാനുമൊക്കെ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ഞാനത് തുടരുന്നുണ്ട്.